അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ 146-ാമത്തെ ഹിക്മത്താണ് നമ്മൾ എടുക്കുന്നത്. അസുഹാദു, സുഹാദീങ്ങൾ. സുഹാദ് പറഞ്ഞ ആരാണ്? സുഹാദ് പറഞ്ഞ എന്താണ്? സുഹദ് ചെയ്യുന്ന ആളുകൾ സാഹിദീങ്ങൾ. ഇവിടെ സാഹിദീങ്ങൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹു തആലയിലേക്ക് ദുന്യവിയായ ചിന്തകളൊക്കെ മനസ്സിൽ ഒഴിവാക്കി കാര്യമായിട്ട് അള്ളാഹുവിനെ ഇബാദത്തെടുക്കണം എന്ന ചിന്തയിൽ കഴിയുന്ന ആളുകൾ, അവരാണ് ഇവിടെ സാഹിദികളെന്ന് ഉദ്ദേശിക്കുന്നത്. ദുന്യവിയായ ചിന്ത, ദുന്യാവ് ഒഴിവാക്കുക എന്നുള്ളതല്ല, ദുന്യാവ് ഉപേക്ഷിക്കുക എന്നുള്ളതല്ല സുഹദ് എന്ന് പറഞ്ഞാൽ. ദുന്യാവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക തന്നെ മനസ്സിൽ അതുമായിട്ട് ബന്ധമില്ല, അതിനേക്കാൾ വലിയ പ്രാധാന്യം ആർക്ക് കൊടുക്കുക? സർവശക്തനായ അള്ളാഹുവിന് കൊടുക്കുക. അള്ളാഹുമായിട്ടുള്ള ഇടപാടിൽ അവരുടെ ദുന്യവിയായ ഏർപ്പാടുകൾ എന്ത് ചെയ്യില്ല, ബാധിക്കൂല. അതാണ് ആര്? സാഹിദികൾ. അതിനു വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇബാദത്തിന്റെ മാർഗത്തിൽ ഇങ്ങനെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ആര്? സാഹിദീങ്ങൾ. അപ്പോൾ അസ്സുഹാദു, സാഹിദീങ്ങളായ ആളുകൾ, ഇതാ മുദിഹു, അവരെ മദ്ഹ് ചെയ്യപ്പെട്ടാൽ, ഇൻകബലു, അവരാകെ വിഷമത്തിലാവും. കാരണം ലിശുഹൂദിഹിമുസ്സനാഅ, അവരെന്ത് ചെയ്യുന്നു? അവർ ഷുഹൂദിലാണ്. ആ സ്തുതിയുടെ ഷുഹൂദ് അവർക്ക് ഉണ്ടായതിനു വേണ്ടി മിനൽ ഖൽക്കി, ആരിലാൽ? ഖൽക്ക് പറഞ്ഞാൽ സൃഷ്ടികൾ. അപ്പം സൃഷ്ടികളിൽ നിന്നുള്ള ആ സ്തുതിയിൽ അവരുടെ ശ്രദ്ധ പോകുന്നതിനാൽ, ഷുഹൂദാണ് അവിടെ അവരുടെ ശ്രദ്ധ, സാന്നിധ്യം. അപ്പോ സാഹിദീങ്ങളായ, ശ്രദ്ധിക്കുക, സാഹിദീങ്ങളായ ആളുകൾ, സാഹിദീങ്ങൾ പറഞ്ഞാൽ ഏറ്റവും പരിപൂർണരല്ല, ഇങ്ങനെ മെനക്കെട്ട് ജീവിച്ചിരിക്കുന്നത്, ഇബാദത്തിന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അവരാണ് ആര്? സാഹിദീങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് ഈ പൂർണ്ണമായ ടോപ്പിലേക്ക് അവർ എത്തിയിട്ടില്ല, അവരിങ്ങനെ അതിനുവേണ്ടി ഇങ്ങനെ പണിയെടുത്തുകൊണ്ട് ഇബാദത്തെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ആര്? സാഹിദീങ്ങൾ. അവരുടെ അവസ്ഥ എന്താണ്? അവരുടെ മാനസിക നിലപാടാണ് മനഃശാസ്ത്രം എന്ന് പറയുന്നത്. അത്തരത്തിൽപ്പെട്ട ആളുകളെ മനഃശാസ്ത്രം എന്താ വെച്ചാൽ, അവരെ മദ്ഹ് ചെയ്യപ്പെട്ടാൽ, സ്തുതിക്കപ്പെട്ടാൽ, ഇൻകബലു, അവരാകേണ്ട ഇടങ്ങേറിലാവും, അസ്വസ്ഥമാവും, വിഷമത്തിലാവും. കാരണം ഷുഹൂദിഹിം, അവരുടെ ഷുഹൂദ് ഉണ്ടായതിനു വേണ്ടി, അസനായിലേക്ക് അവരുടെ ശ്രദ്ധ ഏതിലേക്ക് പോവും? ജനങ്ങളുടെ മിനൽ ഖൽക്ക്, സൃഷ്ടികളാലുള്ള ആ സ്തുതിക്കലുണ്ടല്ലോ, അതിലേക്ക് അവരുടെ ഏത് പോവും? ശ്രദ്ധ പോവും, സാന്നിധ്യം പോവും. അതുകൊണ്ട് എന്ത് ചെയ്യും? ആളുകൾ സ്തുതിക്കുമ്പോഴൊക്കെ അവർക്ക് എന്താ ഉണ്ടാകുക? അവർക്ക് വിഷമം ഉണ്ടാകുക. വിഷമം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? അതാ പറയാം ഇൻഷാ അല്ലാഹ്. പക്ഷെ വലിയ ആരിഫീങ്ങളായ ആളുകൾ, അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കിയ, അള്ളാഹിനെ കുറിച്ച് തിരിച്ചറിഞ്ഞ അള്ളാഹുവിൻ്റെ ഔലിയാക്കളായ ആളുകൾ, ഇതാ മുദിഹു, അവരെ മദ്ഹ് ചെയ്യപ്പെട്ടാൽ, ഇംബസത്തു, അവർ സന്തോഷത്തിലാവും. നമ്മളൊക്കെ ഇപ്പോൾ ആരിഫീകളാണ്. കാരണം എന്താ? നമ്മളെ പറ്റിയൊക്കെ പറഞ്ഞ് നമുക്ക് എന്താണ് വലിയ ഏതാണ്? സന്തോഷമാണ് അല്ലേ? ആരിഫ്യങ്ങൾ അടയാളതാണ്. ആരിഫ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആരിഫ് എന്ന് ഏറ്റവും ടോപ്പിലുള്ള, അള്ളാഹിനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയ, തിരിച്ചറിഞ്ഞ, അള്ളാഹുമായിട്ട് ആത്മബന്ധം ഫുൾ കണക്റ്റഡായ, അതിനിടയിൽ ഔട്ട് ഓഫ് റേഞ്ച് ഒന്നും പോകില്ല, ഫുൾ കണക്റ്റഡായ, അള്ളാഹു എന്നുള്ള ചിന്തയിൽ നിന്ന് തീരെ വ്യതിചലിക്കാതെ പോകുന്ന ആരിഫ്യങ്ങളായ ആളുകൾ, അതാണ് നമ്മൾ ഭാഷയിൽ പറയുന്ന മഹാന്മാരെ ഔലിയാക്കൾ. ഇതാ മുദിഹു, അവരെ മദ്ഹ് ചെയ്യപ്പെട്ടാൽ, ഇംബസത്തു, അവർ വളരെ സന്തോഷവാന്മാരാവും, അവർക്ക് സന്തോഷം ഉണ്ടാവും എന്നർത്ഥം. കാരണം എന്താണ്? ലിശുഹൂദിഹിം, അവരുടെ സാന്നിധ്യം, ആശല്യ ശുഹൂദിഹിം ദാലിക, അവർ ആ മദ്ഹിനെ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അത് ആരിൽ നിന്നാണ് അവർ സാക്ഷ്യം വഹിക്കുന്നത്? മിനൽ മലിക്കിൽ ഹഖി, രാജാതിരാജനായ അള്ളാഹുവിൽ നിന്നാണ് അവർ ആ മദ്ഹിനെ എന്ത് ചെയ്യുന്നത്? സാക്ഷ്യം വഹിക്കുന്നത്. സാഹിദീങ്ങളായ ആൾ മദ്ഹ് പറയുമ്പോൾ അവർ വിഷമിക്കുന്നുണ്ട്. അവർ വിഷമിക്കാൻ കാരണം അവർ ആ മദ്ഹിനെ സാക്ഷ്യം വഹിക്കുന്നത് ആരിൽ നിന്നാണ്? സൃഷ്ടികളിൽ നിന്നാണ്. ആരിഫീങ്ങളായ ആളുകൾ അവരെ മദ്ഹ് പറയുമ്പോൾ അവർ വളരെ സന്തോഷവാന്മാരാണ്. അവർ സന്തോഷവാന്മാരാവുന്നത് ആ മദ്ഹുകൾക്ക് അവർ കേൾക്കുന്നത് ആരിൽ നിന്നാണ്? അള്ളാഹുവിൽ നിന്നാണ്. അതാണ് വ്യത്യാസം.
അള്ളാഹുവില്ലെന്ന് കേൾക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങളാണ് പറയുന്നതെങ്കിലും അവരുടെ ദൃഷ്ടിയിൽ ഈ പറയിപ്പിക്കുന്നവൻ ആരാണ്? അള്ളാഹുവാണ്. ആ പറയുന്നവൻ അവരുടെ ദൃഷ്ടിയിൽ എന്തില്ല, ഒരു വിഷയമേ അല്ല. പറയുന്ന വിഷയവും ഒരു വിഷയമല്ല. പറയിപ്പിക്കുന്നവനാണ് അവരുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ഇതിൻ്റെ റബ്ബിൻ്റെ പണിയാണ് എന്നതിൽ അവർ സന്തോഷിക്കും. അള്ളാഹു താല എന്നെക്കുറിച്ച് പറയിപ്പിക്കല്ലേ എന്നതിൽ അവരെന്ത് വളരെ സന്തോഷവാന്മാരാണ്. സാഹിത്യങ്ങൾ അങ്ങനെ. സാഹിത്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ വിഷമത്തിലാവുന്ന ജനങ്ങൾ എന്നെ കണ്ടിങ്ങനെ പറയുമ്പോൾ എന്താ ഇടത്തട്ടുകാരായ ആളുകൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് എന്താ പേടിയെന്നറിയോ? അവർ ജനങ്ങളിൽ നിന്ന് അകലാനാണ് നോക്കുക. സാഹിത്യങ്ങളായ ആളുകൾ, കാരണം അവർക്ക് ഏകാഗ്രതയും അള്ളാഹുമായിട്ടുള്ള ബന്ധം ശരിക്കും ഊട്ടി ഉറപ്പുകൾ എന്തുണ്ട്, സമൂഹവും സൃഷ്ടികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് പ്രതിബന്ധമാവുന്നുണ്ട്. നമുക്കറിയാലോ, നമ്മൾ ശരിക്കും ചിലപ്പോൾ നമ്മൾക്കൊക്കെ തോന്നാറുണ്ടല്ലോ, ഇതൊക്കെ ഒഴിവാക്കിയിട്ട് അല്ലേ ഒരു ചിലപ്പോൾ ചില ആളുകൾ പറയില്ലേ, കുട്ടികളും മക്കളും പെരുമ്പും കുടുംബം ഒന്നും ഇല്ലെങ്കിൽ എത്ര സുഖമായിരുന്നു, ഫുള്ള് ഇബാദത്ത് എന്ത് ചെയ്യാം, കഴിയാമായിരുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ. അതെന്താണ്? അത് ഇബാദത്തിന്റെ മാർഗത്തിലേക്ക് കുറച്ച് നീങ്ങുന്ന ആളുകൾക്ക് തോന്നുന്ന ഒരു മാനസികമായ തോന്നലാണ്. കാരണം അവർക്ക് എന്താണ്, അള്ളാഹുമായി ഫ്രീ ആകാനുള്ള ഒരു ഏകാഗ്രത അവർക്ക് കിട്ടുന്നില്ല. അതിന് ഒരുപാട് തടസ്സങ്ങൾ ഇവിടെ ഉണ്ട്, സമൂഹത്തിലുണ്ട്. സ്വന്തം കുടുംബം, സ്വന്തം മുതല്, സ്വന്തം സമ്പാദ്യം, ഇതൊക്കെ ചില സമയത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവരുമായിട്ട് അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, ഉലക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് തോന്നും. അപ്പൊ അവരൊക്കെ ദുന്യാവുണ്ടെങ്കിലും ദുന്യാവിലെ പല വിഷയങ്ങളും അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അസ്വസ്ഥമാവുന്നുണ്ട്. ആരുമായിട്ടുള്ള ഡീലിങ്സിൽ, അള്ളാഹുമായിട്ടുള്ള ഇടപാടിൽ. അതിൻ്റെ ഇടയിലാണ് സൃഷ്ടികളായ ആളുകൾ നമ്മളെന്ത് ചെയ്യണത്, പുകയത്തുന്നത്. അപ്പൊ അതിലേറെ ബേജാറാകണം ഇവര്. പടച്ചോനെ അതും കേട്ടുകാണ്ട് സന്തോഷിച്ചിട്ട് ആകെ അപകടത്തിലാവോ എന്ന് പേടി ആർക്കുണ്ടോ, അവർക്കുണ്ടോ. അതുകൊണ്ടാണ് ആ സാഹിത്യങ്ങളായ ആളുകൾ സ്തുതിക്കുമ്പോൾ അവർ ബേജാറാകണത്. കാരണം നമ്മളെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളെ മനഃശാസ്ത്രം എന്താണ്? നമ്മുടെ ശരാശരിൻ്റെ ആളുകളെ മനഃശാസ്ത്രം അധികവും എത്ര പറഞ്ഞാലോ സ്തുതിക്കുന്നതിനോട് നമുക്ക് ഇഷ്ടമാണ്. നമ്മളെ പറ്റി നമുക്ക് വേണ്ടി മറുപടി പറയുന്ന, നമ്മളെപ്പറ്റി എന്തെങ്കിലും മോശമായ കാര്യങ്ങൾ അവിടെ നമുക്ക് വേണ്ടി ഇടപഴകുന്ന ആളുകളോട് നമുക്കിഷ്ടമാണ്. നമ്മളെ ഇകഴ്ത്താൻ നോക്കുന്ന ആളുകളോട് നമുക്കെന്താണ്, സംഗതി എന്തായാലും അയാളുള്ളിൽ നമുക്ക് ഏതന്നെയാണ്, വെറുപ്പന്നെയാണ്. കാരണം നമ്മൾ ഈ ഗ്രേഡിൽ എത്തിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ ഗ്രേഡിൽ തന്നെ എത്താത്തവരാണ് അത് ഒന്നാമത്തെ വിഭാഗം. അതിനെക്കുറിച്ച് ഇവിടെ തസവ്വുഫിൽ ഒന്നാമത്തെ വിഭാഗത്തെ കുറിച്ച് ഇവിടെ തസവ്വുഫിൽ ചർച്ചയില്ല എന്നുള്ളത്. ഒന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്, മദ്ഹ് പറഞ്ഞവനെ ഭയങ്കര ഇഷ്ടപ്പെടുകയും മദ്ഹ് ഇകഴ്ത്തുവിനെ വളരെ വെറുക്കുകയും ചെയ്യുന്നവൻ. അത് വളരെ നോർമലായ ആളുകളുടെ അവസ്ഥ. അതിൽ ഇവിടെ ആത്മീയ രംഗത്തെ അവരെ കുറിച്ച് ചർച്ചയില്ല. അത് പുകഴ്ത്തുന്നവനെ മാത്രം ഇഷ്ടം, ഇകഴ്ത്തുന്നവനൊക്കെ എന്ത് ചെയ്യാ, വെറുപ്പ്. അങ്ങനെ കുറെ ആളുകളില്ലേ. കുറ്റാണെങ്കിലും ഓൻ പറയണത് നമുക്ക് എന്താ, സംഗതി നമ്മളെ കുറ്റാണെങ്കിൽ തന്നെ വേറെ ആൾ പറയണത് നമുക്ക് എന്തില്ല, ഇഷ്ടമില്ല. ഇല്ലാത്തവനാണെങ്കിൽ വേറെ ആൾക്കാർ പറഞ്ഞാൽ നമുക്ക് എന്താണ്, ഇഷ്ടമാണ്. സംഗതി ഗുണം ഇല്ലാത്തതാണ്, നമ്മൾക്ക് ഇല്ലാത്ത ഗുണം. എന്നാലും ഓൻ പറയുമ്പോൾ അത് നമ്മൾ ചിന്തിക്കണില്ലല്ലോ, ഇതിനെ പറ്റി എനിക്കില്ലാത്ത ഗുണം തന്നെ അവൻ പറഞ്ഞെടുക്കണം ചിന്തിക്കണില്ലല്ലോ. ഇല്ലാത്ത ഓൻ പറഞ്ഞിട്ട് നമ്മളെ പറ്റി ഗുണമല്ല പറയുന്നത് എന്നാണ്. അത് വളരെ നോർമൽ മൈൻഡ് എന്നർത്ഥം, വളരെ ലോ ക്ലാസ് ആണ്. അവരെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യാത്തുള്ള രണ്ട് വിഭാഗത്തെക്കുറിച്ച് പറയുന്നത്. ഇവിടെ അള്ളാഹുവിലേക്ക് വിഭാഗത്ത് എടുക്കുന്ന ആളുകളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അള്ളാഹുവിലേക്ക് വിഭാഗത്ത് എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എന്താണ്, എപ്പോഴും അവർക്ക് സമൂഹം പ്രതിബന്ധമാണ്, അസ്വസ്ഥമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും, അതിൻ്റെ അടിയിൽ കൂടെയാണ് ഓരോരുത്തരും ഇയാൾ നല്ല മനുഷ്യനാണ്, ഇയാൾ വലിയ ദീനിയാളാണ്, ഇയാൾ വലിയ ആബിദ എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മളെ ചെവിയിൽ കേൾക്കുമ്പോൾ എന്തുണ്ടാവും, ചെറിയ ഒരു സന്തോഷം തോന്നിയാൽ തന്നെ നമ്മൾ നഫ്സ് എന്ത് ചെയ്യും, അതിന് കീഴടക്കൽ തുടങ്ങും. പിന്നെ പരാജയത്തിലേക്ക് നമ്മൾ പോകും. ഏറ്റവും വലിയ അപകടം എന്താണ്, നമ്മൾ നല്ലവരാണ് എന്നുള്ള തോന്നൽ. റിള അനിൻ നഫ്സ്, അസ്ലുക്കുല്ലു മഅസിയത്തിൻ റിള അനിൻ നഫ്സ്. എല്ലാ തിന്മയുടെയും അടിസ്ഥാനം അവനാന്റെ ശരീരത്തിന്റെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളെ കാര്യത്തിൽ നമ്മൾ സംതൃപ്തനാവനോട് നമ്മൾ ആരായും മോശമെന്ന്. എപ്പോഴും ആത്മസംതൃപ്തി ഉണ്ടാകാൻ പാടില്ല. മുഅ്മിൻ മനുഷ്യന് ഏതുണ്ടാവില്ല, ഞാൻ പോരാ എന്നുള്ള തോന്നലാണ് ഉണ്ടാകണത്. ഇത് ഞാൻ മതി എന്നാണ് ഇവർ പറയുന്നത്, ഞാൻ ഉഷാറാണെന്ന് ഇവരെന്ത് ചെയ്യണം, ഇവര് പറയിപ്പിക്കണത്. അതുകൊണ്ട് തന്നെ അത് ഞാൻ മോശമാകാൻ എന്താണ് കാരണമാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, അവർ പേടിക്കും, അവർ ബേജാറാവും, ഞാൻ അപകടത്തിൽപ്പെടുന്നു വെച്ചിട്ട് അവർ പിന്നെയും അവിടെ നിന്ന് എന്ത് ചെയ്യും, മാറാനും ഒഴിയാനും നോക്കും. അതാണ് സാഹിത്യങ്ങളായ ആളുകൾ അവരെ പുകഴ്ത്തുമ്പോൾ അവരെന്ത് ചെയ്യുന്നത്, അവർ വിഷമിക്കുന്നത്. ആരിഫ്യങ്ങളായ ആളുകൾ ശ്രദ്ധിക്കുക, ആരിഫ്യങ്ങളായ ആളുകൾ അവരെ പുകഴ്ത്തുമ്പോൾ അവർ സന്തോഷിക്കാനുള്ള കാരണം എന്താണ്, അവർ ഒരിക്കലും അവരുടെ മുന്നിൽ ആരില്ല, ഈ പറയുന്നവനോ പറയുന്ന സബ്ജക്റ്റോ ഇല്ല, പറയിപ്പിക്കുന്നവനേ ഉള്ളൂ. അവർ ജനങ്ങളെ കാണുന്നത് അള്ളാഹുവിൻ്റെ പേനയെ പോലെയാണ്.
അള്ളാഹു തആല എഴുതുന്നത് പോലെയാണ് അവരാരെ കാണുന്നത്, സമൂഹത്തിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർ സമൂഹത്തിന്റെ കൂടെ ഉണ്ടെങ്കിലും, ശ്രദ്ധിക്കുക, അവർ സമൂഹത്തിന്റെ കൂടെ ഉണ്ടെങ്കിലും അവർ മാനസികമായി ആരെ കൂടെ ഇല്ല, സമൂഹത്തിന്റെ കൂടെ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയല്ലായിരുന്നോ? വലിയ വലിയ ഔലിയാക്കളൊക്കെ അങ്ങനെ കാണാൻ കഴിയും. അവർ സമൂഹത്തിന്റെ കൂടെ ഉണ്ടെങ്കിലും എല്ലാ ഗുരുവുണ്ടെങ്കിലും അള്ളാഹുമായിട്ടുള്ള ഇടപാടിൽ അവർ സമൂഹം ചെയ്യുന്നില്ല, ബാധിക്കുന്നില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നില്ലേ? അതുകൊണ്ട് തന്നെ അവർ ജംആണെങ്കിലും ഒരു ഫറക്കിലാണെന്ന് അർത്ഥം, ഒരു കൂട്ടത്തിലാണെങ്കിലും ഒരു ഒറ്റപ്പെട്ടവരാണ്. അതുകൊണ്ട് അവരെ ജനങ്ങൾ മധു പറയുമ്പോൾ അവരെന്ത് ചെയ്യും? അവർ സന്തോഷിക്കും. സന്തോഷിക്കാൻ കാരണം എന്താണ്? ഇത് അള്ളാഹു താലാന്റെ ഓരോ പണികളാണ്. അള്ളാഹു താല ഇഷ്ടപ്പെട്ടുകൊണ്ട് ഓരോന്നിത് ചെയ്യിപ്പിക്കുകയാണ്, അള്ളാഹു താലിന്റെ കാര്യങ്ങൾ പറയിപ്പിക്കുകയാണ്. അത് അള്ളാഹുവിന്റെ പണിയാണ് എന്ന് മനസ്സിലാക്കി വരുന്നത് അവർ സന്തോഷിക്കും. അതോടുകൂടി അവർക്ക് അള്ളാഹുവിനുള്ള ഇഷ്ടവും സ്നേഹവും എന്ത് ചെയ്യും? വർദ്ധിക്കും. ശ്രദ്ധിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, ഒരു ഹദീസിൽ ഇദാ മുദിഹൽ മുഅ്മിനു റബ്ബൽ ഈമാനു ഫീ ഖൽബിഹി റബവതൻ എന്നാണ് ഒരു ഹദീസിൽ കാണാം. ശ്രദ്ധിക്കൂ, ഒരു മുഅ്മിനായ മനുഷ്യനെ പുകഴ്ത്തിയാൽ അയാളെ ഈമാൻ എന്ത് ചെയ്യും? ഒരു കുന്നുപോലെ അയാളെ മനസ്സിൽ വളർന്നു വരും എന്ന ഹദീസിലുണ്ട്. ഒരു മുഅ്മിനായ മനുഷ്യനെ പുകഴ്ത്തിയാൽ, ശരിയായ അള്ളാഹുവിൽ വിശ്വാസിയായ ഒരു ആരിഫായ മനുഷ്യനെ ഒരാൾ പുകഴ്ത്തിയാൽ അയാളെ കൂടും. പുകഴ്ത്തുന്നവന്റെ ഈമാനല്ല, പുകഴ്ത്തുന്നവന് വേറെ ഈമാൻ ഉണ്ടാവും, അത് വേറെ വിഷയം. പുകഴ്ത്തപ്പെടുന്ന ആ വ്യക്തിയുടെ ഈമാൻ കൂടുന്നു. ഞാൻ വലിയ ആരിഫാണെങ്കിൽ, ഞാൻ വലിയ ആണെങ്കിൽ, ഇന്ന ആളുകൾ പറഞ്ഞെടുക്കുമ്പോൾ എൻ്റെ ഈമാൻ കൂടും. എൻ്റെ ഈമാൻ കൂടാൻ കാരണം വെച്ചാൽ അതൊക്കെ എനിക്ക് പിന്നെ ആരുടെ ഇഷ്ടം കൂടും? അള്ളാഹുവിനോട് ഇഷ്ടം കൂടും. മറ്റവൻ എന്താ ചെയ്യാ? മറ്റവന്റെ ഈമാൻ കുറയും. അവന് ഇഷ്ടം ആരോടായി മാറും? അള്ളാഹുവിനേക്കാൾ നമ്മളെ പറയുന്ന ആളുകളിലേക്കായിട്ട് മാറും. അവന്റെ ഈമാൻ കുറയും. കാരണം എന്താ വെച്ചാൽ അവന് സമൂഹമായിട്ടാണ് അവന്റെ ശ്രദ്ധ പോവുക, അള്ളാഹുമായിട്ടുള്ള അവരോടാണ് അവന്റെ ഇഷ്ടം പോവുക. ഇഷ്ടത്തിന്റെ ഷെയറിങ് മാറും. അതാണ് മുഅ്മിനായ മനുഷ്യനെ പുകഴ്ത്തിയാൽ അവന്റെ ഈമാൻ വർദ്ധിക്കും. വർദ്ധിച്ച് വലിയൊരു പർവ്വതം പോലെ അയാളെ മനസ്സിലത് വലുതായി വരും. കാരണം അവന് അള്ളാഹുവിനെ എന്ത് ചെയ്യും? ഇഷ്ടം കൂടും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് മഹാന്മാരായ ഔലിയാക്കളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മദ്ഹിനെ ഇഷ്ടപ്പെട്ടതായിട്ട് കാണാൻ കഴിയും. ശ്രദ്ധിക്കുക, മൊയ്‌ദി ശൈഖിനെ മദ്ഹ് പറഞ്ഞത് ഇഷ്ടമായിരുന്നു എന്നാണ്. മൊയ്‌ദി ശൈഖിനെ മദ്ഹ് പറയുന്നത് എന്തായിരുന്നു? ഇഷ്ടമായിരുന്നു. കാരണം എന്താണ്? ആ പറയിപ്പിക്കുന്നത് ആരാണ്? അള്ളാഹുവാണ്. ഭയങ്കര സന്തോഷത്തിൽ ആവശ്യത്തോടെ കേട്ടിരുന്നു മൊയ്‌ദി ശൈഖിന്റെ മദ്ഹ് തന്നെ. മഹാനായ അബുൽ അബ്ബാസ് മുർസി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഷെയ്ഖിനെ കുറിച്ച് ഷെയ്ഖിന്റെ അടുത്ത് നിന്നിട്ട് അദ്ദേഹത്തിന്റെ ഷെയ്ഖിനെ കുറിച്ച് അബുൽ അബ്ബാസ് മുർസി റളിയല്ലാഹു അൻഹു തോന്നുന്നു, അദ്ദേഹം ഷെയ്ഖിന്റെ അടുത്ത് നിന്നിട്ട് അദ്ദേഹത്തിന്റെ ആത്മീയ ഗുരുവിന്റെ അടുത്ത് നിന്നിട്ട് ഗുരുവിനെ പുകഴ്ത്തി പാടി. ഗുരു അദ്ദേഹത്തിന്റെ അടുത്ത് നിന്നിട്ട് ഗുരു അദ്ദേഹത്തിന് വേണ്ടി നന്നായി ദുആ ചെയ്തു എന്ന് കാണാൻ കഴിയും. മാത്രമല്ല അവർ തന്നെ അവരെ മദ്ഹുകളും പറയുന്നത് കാണാൻ കഴിയും. മഹാന്മാരായ ആളുകൾ അവർ തന്നെ അവരുടെ മദ്ഹുകളും പറയുന്നത് കാണാൻ കഴിയും. കാരണം അത് അള്ളാഹു തആലയിൽ ഇഷ്ടം കൊണ്ട് അള്ളാഹു തആല ചെയ്തത് അവർ പറയാണ്. മഹാനായ ഷെയ്ഖ് ജീലാനി ചരിത്രത്തിൽ കാണാൻ കഴിയും. മഹാനകൾ പറഞ്ഞതാണ്, മൊയ്‌ദിമാലെടുത്ത് വായിച്ചാൽ എന്താ മൊയ്‌ദിമാലയിൽ എന്താ ഉള്ളത്? മൊയ്‌ദിമാലയുള്ളത് കംപ്ലീറ്റ് മൊയ്‌ദി ശൈഖിന്റെ മദ്ഹുകളാണ്. അത് ബഹജ എന്ന് പറഞ്ഞ കിതാബിൽ നിന്ന് എടുത്തതാണ്. ബഹജ എന്ന് പറഞ്ഞ കിതാബ് മൊയ്‌ദി ശൈഖിന്റെ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതാണത്. എനിക്കങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അത് അടിമകൾ അദ്ദേഹത്തെ ശിഷ്യന്മാരെന്ത് ചെയ്ത് എഴുതിയെടുത്ത് പിന്നെ പിൽക്കാലത്ത് ആളുകൾ എന്ത് ചെയ്ത് അത് കവിതയിലൂടെ അവതരിപ്പിച്ചു. അധികം മൊയ്‌ദി ശൈഖ് പറഞ്ഞ തന്നെയാണ്. മൊയ്‌ദി ശൈഖിന്റെ പറഞ്ഞാണ്, എല്ലാവരുടെയും കീർത്തി ചിലപ്പോൾ പറഞ്ഞു നിൽക്കും, എൻ്റെ കീർത്തി ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം അങ്ങനെയാണ്, ഓരോ സംഗതി പണ്ട്. ഇത് അവർ പറയാൻ കാരണം എന്താ? ഇത് അള്ളാഹുവിലുള്ള ഇഷ്ടം കൊണ്ട് അവരങ്ങനെ പറഞ്ഞു പോകണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ടല്ലോ, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് എന്തായിരുന്നു? അല്ലേ, സഹാബികൾ നമുക്ക് സാധാരണ കേൾക്കാൻ കഴിയുന്നില്ലേ? സഹാബികളായ ആളുകൾ സ്ഥലത്തിരുന്നിട്ട് ഒരിക്കൽ മുൻകാല പ്രവാചകന്മാരെ കുറിച്ച് മദ്ഹ് പറഞ്ഞു. വലിയ അത്ഭുതമാണ്. ഒരു സഹാബി പറഞ്ഞു, ഭയങ്കര അത്ഭുതമാണ്, അല്ലാഹു തആല ഇബ്രാഹിം നബീനെ ഖലീലാക്കിയില്ലേ എന്ന് പറഞ്ഞു. ഖലീൽ പറഞ്ഞ എന്താണ്? ആത്മാവ്. വലിയ അത്ഭുതമാണ്. അപ്പോൾ വേറെ ആൾ പറഞ്ഞു,
അതെന്താ അത്ഭുതം? അതിനേക്കാൾ വലിയ അത്ഭുതമല്ലേ അല്ലാഹു തആല മൂസാ നബി ആരാക്കിയിട്ടുണ്ട്? കലീമാക്കിയിട്ടില്ല എന്നാണ്. അപ്പോൾ ഓരോരുത്തർ ഓരോരുത്തർ പറയുമ്പോൾ റസൂൽ പറഞ്ഞ് നിങ്ങളാ പറഞ്ഞൊക്കെ വലിയ അത്ഭുതമാണ്, പക്ഷെ അല്ലാഹു തആല എന്നെ ഖലീലാക്കിയിട്ടുണ്ട്, എന്നെ ഹബീബാക്കിയിട്ടുണ്ട്. അല്ലാഹു തആല പിന്നെ കുറേ കാര്യങ്ങൾ ഞാനാണ് സ്വർഗത്തിൽ ആദ്യം കിടക്കുക, ഞാൻ കിടക്കാതെ വേറെ ആൾക്ക് കിടക്കാൻ പാടില്ല. അല്ലാഹു തആല സർവ പ്രപഞ്ച രഹസ്യം എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. റസൂലിനെ കുറിച്ച് തന്നെയാണ് കുറേ എണ്ണം പറയാൻ തുടങ്ങി. വലാ ഫഖർ, ഞാൻ എന്ത് പറയല്ല, ഫഹർ പറയല്ല. എൻ്റെ വാപ്പാക്ക് വലിയ ആനുണ്ടായിരുന്നൊക്കെ പറഞ്ഞ നടന്മാർ പറയില്ലേ, അതേപോലെ പറയല്ല. ഇത് അല്ലാഹു തആല ചെയ്ത് പറയാണ്. അപ്പോൾ മഹാന്മാരായ ആളുകൾ മനസ്സിലാക്കുക, ആരിഫ്യങ്ങളായ ആളുകൾ മദീന ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതിനാണ്. അവർ മദീന ഇഷ്ടപ്പെടും, നമ്മൾ അവരെ പുകഴ്ത്തുന്നത് അവർക്ക് ഇഷ്ടമാണ്. അതാണ് ഹിക്മത്ത്. തസവ്വുഫിന്റെ ഭാഷയിൽ ആരിഫ്യങ്ങളായ ആളുകൾ മദീന ഇഷ്ടപ്പെടുന്നുണ്ട്. അവർ മദീന ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? അവരിഷ്ടപ്പെടുന്നത് മദ് പറയുന്നവനല്ല, മറിച്ച് മദ് പറയിപ്പിക്കുന്നതിനെയാണ്. മദ് പറയാൻ സബ്ജക്റ്റ് വരെ വിഷയത്തിലില്ല. എന്ത് പറഞ്ഞാലും അവർ ഉടനെ കാണുന്നത് ആരാണ്? സർവശക്തനായ അള്ളാഹുവിനെയാണ്. അതുകൊണ്ടാണ് മഹാന്മാരെ മദ് നമ്മൾ പറയാമെന്നാണ്. മഹാന്മാരെ മദ് നമ്മൾ പറയാം. അത് അല്ലാഹു തആലക്ക് ഇഷ്ടമാണ്. അല്ലാഹു തആല നമ്മളോട് എന്ത് ചെയ്യണത്? ഒരു ഇബാദത്തായി പറയിപ്പിക്കുന്നതാണ്. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ കാണാം, അഹ്സു തുറാബ ഫി ഔജഹിൽ മാദിഹീന, മദ് പറയുന്ന ആളെ മുഖം നിലത്തുടിച്ചു വരുതിക്കോളി എന്ന് ആര് പറയുന്നുണ്ട്? അയാളെ മുഖത്ത് മണ്ണ് ടച്ച് ചെയ്യിപ്പിക്കും. നിലത്തെടുത്ത് മദ് പറഞ്ഞ ആളെ മുഖം നിലത്തെടുത്ത് വരുതാൻ പറയുന്നുണ്ട്. ഇത് ആരുടെ മദ്ഹാണ്, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള മദ്ഹാണ് എന്ന് മനസ്സിലാക്കുക. ആരുടെ മദ്ഹാണ്? ഇവിടെ രണ്ട് നിലക്ക് പണ്ഡിതന്മാരെ വിശദീകരിക്കുന്നുണ്ട്. ആരുടെ മദ്ഹാണ്? ചില ആളുകൾ നമ്മൾ കാണാൻ കഴിയും. ഈ മദ്ഹ് നമ്മൾ ധാരാളം കാണുന്നുണ്ട്. ഒരു യോഗ്യതയില്ലാത്ത ചില ഭരണാധികാരികളെ കുറിച്ച് അപ്പുറത്തുപെടുന്ന ആളുകൾ എന്ത് ചെയ്യും? മഹാനവറുകൾ അങ്ങനെയാണ്, മഹാനവർ ഇങ്ങനെയാണെന്ന് പറയും, ഇങ്ങനെ മദ്ഹ് പറയും. നമ്മളിപ്പോഴത്തെ നമ്മൾ പറഞ്ഞപ്പോൾ തീരുമെന്ന് അറിയില്ല. ഇപ്പോഴത്തെ രാഷ്ട്രീയ പരിപാടികളൊക്കെ സ്വാഗതം പറയുമ്പോൾ എന്തൊക്കെ പറയുമല്ലോ. മഹാനവകൾ അവിടെ നിന്ന് കുഴങ്ങി വരികയാണ്, ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല, മഹാനവൾ അങ്ങനെയാണ്, ഇവിടെയാണ്. ഇവിടെ മഹാനവകൾ റെസ്റ്റ് ഹൗസിൽ ഫുള്ള് റെസ്റ്റ് ആയിക്കാരോ. അപ്പം ഇങ്ങനെ എന്ത് ചെയ്യുക? ഇങ്ങനെ ഇല്ലാത്ത മത് ഇങ്ങനെ പറഞ്ഞിട്ട് കേരളത്തിലെ അങ്ങനെയാണ് ഇങ്ങനെയാണ് ലോക പണ്ഡിത അങ്ങനെ അങ്ങനത്തെ തറവാട് ഇങ്ങനത്തെ കാരണവരെന്നൊക്കെ പറയും. ഒരു യോഗ്യത സത്യത്തിൽ ആർക്കുണ്ടാവില്ല, ഇയാൾക്കുണ്ടാവില്ല. ഈ പറയുന്ന ആളെ മുഖം പിടിച്ചിട്ട് എന്ത് ചെയ്യണോ? വരുതണം എന്നാണ്. കാരണം ഇങ്ങനത്തെ ആളുകളാണ് ഇയാളെ വടക്കാക്കുന്നത്. ഇയാൾക്കെന്നെ തോന്നിയപ്പോൾ ഞാൻ അത്യാവശ്യമായിരുന്നു. അല്ലെങ്കിൽ സമ്പന്നരായ ആളുകൾക്ക് പോയിട്ട് എന്ത് ചെയ്യാ? നിങ്ങളത്തെ എത്ര ആളുകൾക്കാണ് നിങ്ങളെ കൊണ്ട് കഴിഞ്ഞു പോകുന്നത്, നിങ്ങൾ അങ്ങനെ അയാൾക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പറയണതൊക്കെ. അയാൾ എപ്പോഴും ദ്വാരക്കാണ്, നിങ്ങളെ സേവനം ഭയങ്കരമാണ്, ഇങ്ങനെയാണ് എന്നൊക്കെ പറയാം. അയാളെ പിടിച്ചു വരുതുക. മനസ്സിലേ? ഇവിടെ വരുതൻ്റെ എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്യേണ്ടതെന്നാണ്. എന്തിനാണ് ഈ വരുതണ? നബി അങ്ങനെയല്ല പറഞ്ഞു, മണ്ണെടുത്ത് പിടിച്ച് വരുതാന്നല്ല പറഞ്ഞത്. വരുത വേണ്ടത് എന്താ അതിൻ്റെ ഉദ്ദേശം എന്നാ? ചില പണ്ഡിതന്മാർ പിടിച്ച് വരുതണം എന്ന് തന്നെയാണ് പറയുന്നത്. രണ്ട് തഫ്സീർ കൊടുത്തിട്ടുണ്ട്. ചിലവരും അത് ഈ ഇങ്ങനത്തെ ആൾക്കാരെ മത് പറഞ്ഞ ആളെ പിടിച്ചിട്ട് എന്ത് ചെയ്യാൻ? നിലത്തെടുത്ത് മണ്ണിനിട്ട് മുഖം മണ്ണിൽ വരുതുക എന്നാണ്. ചിലർ വരുതൊന്നും വേണ്ട, അത് വരുതുന്നതിന് തുല്യമാണ്, അയാളെ മോശമായി കാണാൻ വേണ്ടിയുള്ള കിനായത്താണ് എന്ന് പറയുന്നവരുണ്ട്. ചിലർ വരുതണം എന്ന് പറയുന്നവരുണ്ട്. രണ്ടാമത് ശ്രദ്ധിക്കുക, അർഹത ഇല്ലാത്ത ആളുകളെ മദ്ഹ് പറയുമ്പോഴാണ് ഇത് മനസ്സിലാക്കുക. ഇനി സാധാരണ ചില ആളുകൾ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അർഹത ഇല്ലാത്ത ആളുകൾ നമ്മൾ മദ്ഹ് പറയരുത്. നമ്മൾ മദ്ഹ് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവർ കേടരും. നമ്മൾ അവരോട് ചെയ്യുന്ന ദുൽമാണത്. ഇപ്പം നല്ല ഉഷാറായിരിക്കും, നല്ല തിരക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? 2-3 ആൾ, ഒരാൾ 4-5 ദിവസം സ്കരിക്കാൻ പള്ളിക്ക് ജമാഅത്തിന് വന്നുള്ളൂ. അപ്പോൾ 4-5 ആൾക്കാർ അജ്ജ നല്ല ഉഷാറായി, നല്ല ഉഷാറായി ഇങ്ങനെ പറയുമ്പോഴത്തേനും പിന്നെ എന്ത് ചെയ്യും? പിന്നെ അവനാകണ്ട് പിടുത്തം വിട്ടാണ് പോകും. അപ്പം അവനെ കേടെടുത്താനാണ് ആ മദ്ഹ് ഉപകരിച്ചത്. അങ്ങനത്തെ മദ്ഹുകളെയാണ് മഹാന്മാരായ ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറയുന്നത്. അങ്ങനത്തെ മദ്ഹ് പറയുന്ന ആളുകൾ എന്ത് ചെയ്യുക? അവരെ കൈകാര്യം ചെയ്യുക എന്നാണ് പറയുന്ന ചുരുക്കം. ചില സ്വാഗത പ്രസംഗത്തിലൊക്കെ അല്ലെങ്കിൽ ചില പ്രസംഗത്തിലൊക്കെ എന്തെല്ലാം മദ്ഹ് പറയാം. അതെന്തെങ്കിലും പരാമർശം, ചില ആളുകൾക്ക് പരാതിയാണ്, ഞാൻ അതിൻ്റെ സെക്രട്ടറി അദ്ദേഹം വിട്ട്
അല്ലെങ്കിൽ ഇതിന് ഗജാഞ്ചിയാന്ന് അവൻ പറയാൻ മറന്നുപോയി, എന്നിട്ട് അതിനുള്ളിൽ കയറാം, അവനും അതും കൂടെ പറയേണ്ടതല്ലേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അവൻ അതിന് അനിഷ്ടം. പുകയത്തിൽ കുറഞ്ഞാലുള്ള പ്രശ്നം, നോട്ടീസിൽ പേരടിക്കാൻ പ്രശ്നം. ഞാൻ പറയുന്നത് എന്താണ്, ഇതൊന്നല്ല ഇത് ഈ വക മതകളൊന്നും ശറയിൽ എന്തില്ല, ഒരു പ്രാധാന്യവും ഇല്ല. അപ്പൊ രണ്ട് നിലക്കാണ് മതഹിന്. ഒന്നാമത്തെ മത അത് ആദ്യം പറഞ്ഞ മതമാണത്, ഏറ്റവും ലോ ക്ലാസ് മതമാണ്, അതിനുള്ള പ്രസക്തി ഇല്ല. രണ്ടാമത്തെ മത പറഞ്ഞാൽ ഇബാദത്ത് എടുക്കുന്ന ആളുകളുടെ മതമാണ്. ഇബാദത്ത് എടുക്കുന്ന ആളുകൾ മത കേട്ടാൽ എന്ത് ചെയ്യും, വിഷമിക്കും. കാരണം ഞാൻ പഠിച്ചവനായാലും പെടുത്തൽ തന്നെ അവരങ്ങനെ പറയുന്നില്ല, അതിന് യോഗ്യനല്ല, അർഹനല്ല, എനിക്ക് പുറത്തുണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അവർ അള്ളാഹുവിൻ്റെ എക്സ്ക്യൂസ് പറഞ്ഞ് അള്ളാഹിനെ ആലോചിച്ച് ലജ്ജിക്കും. ആരിഫാണെങ്കിലോ മധു പറഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയും, സന്തോഷിക്കും. പഠിച്ചവനെ നിന്നെ ഞാൻ കാണുന്നു, നിന്റെ കളി കാണുന്നൊക്കെ നിന്നെയാണ് ഇതിൽ മനസ്സിലാക്കുന്നത്, അള്ളാഹുലേക്ക് ഇഷ്ടം കൂടും. അതാണ് നമ്മൾ പറഞ്ഞതിന്റെ ചുരുക്കം. ശ്രദ്ധിക്കുക, അസ്സുഹാദു ഇദാ മുദിഉ ഇൻ ഖബലു ലിശുഹൂദിഹിം അസ്സനാഅ മിനൽ ഖൽഖ്. സാഹിത്യങ്ങളാൾ മതി ചെയ്യപ്പെട്ടാൽ അവർ വിഷമത്തിലാവും. കാരണം സൃഷ്ടിയുമായിട്ടുള്ള ആ സ്തുതിയാണ് അവർ കാണുന്നത്, ആ സൃഷ്ടിയിലേക്ക് ശ്രദ്ധ പോവുകയാണെന്ന് അർത്ഥം അല്ലേ. ആരിഫ്യങ്ങളെ ആളുകൾ മതി ചെയ്യപ്പെട്ടാൽ അവർ സന്തോഷത്തിലാവും. ലിശുഹൂദിഹിം ദാലിക, ആ മദ്ഹിനെ അവർ കാണുന്നത് മിനൽ മലിക്കിൽ ഹഖി, രാജാതിരാജനായ അള്ളാഹുവിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ അവസ്ഥയിലാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ ആത്മീയമായി വളർന്ന് എത്തേണ്ടത്. അപ്പോൾ ഓരോരുത്തരും മാനസികമായ മദ്ഹിലും തമ്മിലുള്ള മനഃശാസ്ത്രമാണ് തസവ്വുഫിലൂടെ വിശദീകരിച്ച് അല്ലാഹു തആല നല്ല അവസ്ഥയിൽ ജീവിച്ച് മരിക്കാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ.